പ്രോസിക്യൂട്ടേഴ്സ് ഇവിടെ കേസ് നടത്താൻ പറ്റില്ലെന്ന് ഇറങ്ങിപ്പോകുന്നു. അവസാന നിമിഷം അജയകുമാർ സാർ ചർച്ചയിലൊക്കെ ഇരുന്ന ആളാണ്. അദ്ദേഹത്തെ നിർബന്ധിച്ചു കൊണ്ടുവരാണ് ചെയ്യേണ്ടത്. കാരണം ഒരാളെ അന്ന് കിട്ടിയില്ല. ഒരുപാട് വക്കീലന്മാരെ സമീപിച്ചിട്ട് ഒരു വക്കീലിനെ കിട്ടാൻ വേണ്ടിയിട്ട്. അതൊക്കെ വലിയ പ്രശ്നം തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് എന്നോട് വക്കാലത്തെടുക്കാൻ പറഞ്ഞു? എനിക്ക് ഭയങ്കര എന്താ പറയാ വിഷമം തോന്നി ചെയ്തത്. കാരണം ഞാൻ അതിനുള്ള കേപ്പബിൾ ആയിട്ടുള്ള വക്കീലല്ല, എനിക്കറിയാം. പക്ഷെ എന്നോട് ഈ വക്കാലത്തെടുക്കാൻ പറയണമെന്ന് പറയുമ്പോൾ ഒരവസ്ഥ ആലോചിച്ചു. അപ്പോ നമ്മൾ പല വക്കീലന്മാരെ സജസ്റ്റ് ചെയ്യുമ്പോൾ അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വക്കീലന്മാർക്ക് വരാൻ പറ്റുന്നുണ്ട്. ഇങ്ങനത്തെ എന്തൊക്കെ ഹഡിൽസ് കടന്ന്, എന്തൊക്കെ ബുദ്ധിമുട്ടിലൂടെ വന്ന്. പുറത്തെ ലോകം നോക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഗ്ലാമറസ് ലോകം, ഒരുപാട് ആൾക്കാരും ഭയങ്കര സൗകര്യമൊക്കെയാണ്. അതൊക്കെ സിനിമയിലേ ഉള്ളൂ ഈ പ്രോസിക്യൂഷന്റെ ഇത്രയും ഗ്ലാമറൊക്കെ. വളരെ ലിമിറ്റഡ് ആണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ. ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വെക്കുന്ന എന്തിനാ? ഇതിലേക്ക് മാത്രം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇതിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അയാളുടെ മൊത്തം കരിയറും അയാളുടെ കുടുംബവും അയാളുടെ ഓഫീസൊക്കെ ഉപേക്ഷിച്ചിട്ട് വേണ്ടത് ചെയ്യാൻ വന്നിക്കാനായിട്ട്, വേറൊരു ജില്ലയിൽ വന്ന് താമസിക്കാനായിട്ട്. അതിന്റെ പ്രശ്നങ്ങളുണ്ട്. ഈ കേസിന്റെ മെറിറ്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്നാണ് കേസിന്റെ മെറിറ്റ്. ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്ന അവിടെയാണ് ഈ ദുർബലമായ ഒരു കുറ്റപത്രം എന്നൊരു ആരോപണം എടുക്കുക. ഈ അന്വേഷണം തന്നെ എത്രമാത്രം കാര്യക്ഷമമായിരുന്നു ചോദ്യമുണ്ട്. ഈ കേസിലെ വളരെ നിർണായകമായ ഒരു മൊഴി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഈ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന സംവിധായകൻ്റെതാണ്. അതായത് ഈ അതിജീവിതയുടെ പീഡന ദൃശ്യം പുറത്തു പോയിട്ടുണ്ട് എന്നുള്ളതിന് ഏറ്റവും ശക്തമായൊരു പ്രൂഫാണ് അയാൾ മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ വെളിപ്പെടുത്തൽ അയാൾ മുഖ്യമന്ത്രിക്ക് പരാതിയായി കൊടുക്കുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം ചെയ്തെന്താണ്? മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ ആ പരാതി, ആ വെളിപ്പെടുത്തൽ ഭരണകൂടമോ പോലീസോ അന്വേഷണ സംഘമോ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ സമൂഹത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയാലുള്ള മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടാവുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിനുശേഷം നടന്നു നോക്കുക. ബി സന്ധ്യയെ വേറൊരു അപ്രധാന തസ്തികയിലേക്ക് മാറ്റുന്നു. അതിനുശേഷം വന്ന ശ്രീജിത്തിനെ പിന്നെയും മാറ്റുന്നു. പിന്നെ ഇത് കീഴുദ്യോഗസ്ഥരാണ് ഈ കേസ് അന്വേഷിച്ചത്. അതിൽ ആ രണ്ടാം ഘട്ടത്തിൽ അന്വേഷണം നേരെ പോയിട്ടില്ല. എന്തെങ്കിലും മനസ്സിലായിട്ടില്ലേ? രണ്ടാം ഘട്ടത്തിലാണോ പോവാതിരുന്നത്, ഒന്നാം ഘട്ടത്തിലാണോ പോവാണ്ടിരുന്നത് എന്നൊക്കെ ഇഴകേറി പരിശോധിക്കണം. കാരണം ഞാനിത് മൊത്തം കേസിന്റെ പ്രോസസ്സിനുള്ളിൽ കയറി നിൽക്കാൻ നമുക്ക് പറ്റിയിട്ടൊന്നുമില്ല. കുറ്റപത്രം വായിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരുപാട് പോരായ്മകൾ നമ്മുടെ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് പോരായ്മകളുണ്ട്. പക്ഷെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പോലീസിന്റെ തന്നെ കയ്യിൽ തന്നെ പലതും കിട്ടിയിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സമയത്ത് ഇതിന്റെ കാര്യങ്ങൾ വളരെ കൈവിട്ടു പോയ സമയത്തൊക്കെ നമ്മൾ ഇടപെടാൻ നോക്കിയ സമയത്ത് ആരുമില്ലാതെ ഗതികെട്ട അവസ്ഥയിൽ അതിജീവിതം, എനിക്കൊരു വക്കീലില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഒരു സമയത്തൊക്കെ നമ്മൾ പഠിക്കാനും വായിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, പല സ്ഥലത്തും പല വീഴ്ചകളും പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ബാലേന്ദ്രകുമാർ മീഡിയയിൽ പറഞ്ഞു എന്ന് വെച്ചാൽ ഇത് ഇടുക്കടേന് ഹിയർസേ എവിഡൻസ് ഒക്കെയാണ്. അതൊക്കെ ഇടുക്കടേനും അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അദ്ദേഹം മരണമൊഴി പോലെയാണ് കൊടുത്തത് ഏറ്റവും അവസാനത്തെ മൊഴികളൊക്കെ. അദ്ദേഹത്തിന്റെ നന്മയിലൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. ഐ മീൻ എന്താ പറയാ, ഒന്നും കാണുന്നില്ല, അതിലൊരു തെറ്റ് കാണുന്നില്ല. പക്ഷെ ആളുകളെടുക്കുന്ന എഫേർട്ട്, ഒരുപാട് മനുഷ്യരെടുത്ത എഫേർട്ട്, ഈ എഫേർട്ടൊന്നും ചാനലൈസ് ചെയ്ത് കൃത്യമായി അത് പിൻ പോയിന്റ് ചെയ്ത് ജസ്റ്റിസിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അത് അതേസമയം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും. അതിപ്പോ ഞാനൊരു ഡിഫൻസ് വക്കീലാണെങ്കിൽ എനിക്കും അത് സാധിക്കും. പക്ഷെ ഞാനൊരു സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള വക്കീലാവുകയാണെങ്കിൽ എനിക്കത് സാധിക്കില്ല.